ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് തിരുവോണമൊക്കെ അല്ലേ, അപ്പോൾ ഇന്നൊരു അടിപൊളി തിരുവോണ സദ്യ ആയാലോ. എൻ്റെ ഫ്രണ്ട് സുനിതയുടെ വീട്ടിലായിരുന്നു കേട്ടോ ഇന്നത്തെ തിരുവോണ സദ്യ. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയ അല്ലെങ്കിൽ പെട്ടെന്ന് പ്ലാൻ ചെയ്ത ഒരു പരിപാടിയായിരുന്നു ഇന്നത്തെ സദ്യ. അതുകൊണ്ട് തന്നെ മുൻകൂട്ടി തീരുമാനങ്ങളോ അതിനുള്ള ഒരുക്കങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. വളരെ പെട്ടെന്ന് തീരുമാനിച്ചു, അതിനനുസരിച്ച് തട്ടിക്കൂട്ടിയ ഒരു ചെറിയ പരിപാടിയായിരുന്നു. പക്ഷേ അത് നമ്മുടെ വലിയ പരിപാടിയേക്കാളും അധികം ഗംഭീരമായി ഗ്രാൻഡായി ചെയ്യാൻ കഴിഞ്ഞു. അവളുടെ ഹസ്ബൻഡ് എല്ലാത്തിനും മുൻപന്തിയിൽ ഓടി നടക്കുന്നുണ്ടായിരുന്നു. നിലത്ത് ഇലയിട്ട് പായയിലിരുന്ന് കഴിക്കുക എന്നതാണല്ലോ ഓണസദ്യയുടെ ഒരു പെരുമ. അപ്പോൾ അതിനു വേണ്ടി ഞങ്ങൾ എത്തിയപ്പോഴേക്കും എല്ലാ സംഭവങ്ങളും അവൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചെന്നപാടെ നിലത്ത് പായ വിരിച്ച് ഇലയിട്ട് സാധനങ്ങളെല്ലാം ഒന്നിച്ച് കൊണ്ടുവന്ന് വെച്ചു. എല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിക്കാം, ആരും ആർക്കു വേണ്ടിയും വെയിറ്റ് ചെയ്യണ്ട, എല്ലാവരും ഒരുപോലെ ഇരുന്ന് സ്വയം മറന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് എല്ലാ സാധനങ്ങളും സെറ്റാക്കി വെച്ചതിന് ശേഷമാണ് ഇലയിട്ട് വിളമ്പിയത്. അപ്പോൾ ചോറ്, സാമ്പാർ, അവിയൽ, ക്യാബേജ് തോരൻ, ഇഞ്ചിപ്പുളി, അച്ചാർ, പപ്പടം, പായസം, പച്ചടി, മാങ്ങ അച്ചാർ എന്നിങ്ങനെ എല്ലാ വിഭവങ്ങളും അടങ്ങുന്ന ഒരു വിഭവസമൃദ്ധമായ സദ്യ തന്നെയായിരുന്നു ഇന്നത്തെ തിരുവോണ സദ്യ. അതിൻ്റെ കൂടെ നല്ല അടിപൊളി സേമിയ പായസം കൂടി ഉണ്ടായിരുന്നു. തിരുവോണ സദ്യയെ കളറാക്കുന്നത് അവസാനം പപ്പടവും കൂട്ടി കഴിക്കുന്ന ആ പായസമാണല്ലോ. അപ്പോൾ ഓരോ വിഭവങ്ങളും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. എല്ലാം വളരെ സ്വാദിഷ്ടവും അതേപോലെ തന്നെ വളരെ എന്താ പറയുക, തിരുവോണ സദ്യയെ കെങ്കേമമാക്കുന്ന തരത്തിലുള്ളത് തന്നെയായിരുന്നു. ഒരു തരത്തിലുള്ള പോരായ്മകളും ഒരു കറിക്കോ ഒരു ഉപ്പേരിക്കോ ഉണ്ടായിരുന്നില്ല. എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് ഇന്നത്തെ സദ്യ കഴിച്ചു. അതുപോലെ തന്നെ എല്ലാവർക്കും വളരെയധികം സന്തോഷമായി ഹാപ്പി ആയിട്ടാണ് ഞങ്ങൾ പിരിഞ്ഞത്. കുറേ ഫോട്ടോസൊക്കെ എടുത്തു, കുറേ റീൽസൊക്കെ ചെയ്തു. അങ്ങനെ എല്ലാ തരത്തിലുള്ള കലാപരിപാടികളും കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങി. ഇത് കണ്ടോ, ഇലയിൽ വെള്ളമൊഴിച്ച് ഒന്ന് നനച്ച് അതിലേക്ക് ശർക്കര ഉപ്പേരിയും ചിപ്സ്, അതേപോലെ തന്നെ ഇഞ്ചിപ്പുളി, അച്ചാർ, പപ്പടം, പായസം തുടങ്ങി എല്ലാ വിഭവങ്ങളും ഓരോന്നോരോന്നായി വിളമ്പി അവസാനം ചോറിട്ട് സാമ്പാർ ഒഴിച്ച് പപ്പടം കൂട്ടി കഴിച്ച് അവസാനം നമ്മുടെ ആ വാഴയിലയിൽ തന്നെ പപ്പടവും പായസവും അതേപോലെ തന്നെ ഒരു പഴവും കൂട്ടിയിട്ട് കുഴച്ച് കഴിക്കുന്ന ആ ഒരു മഹിമ അവളുടെ ഹസ്ബൻഡ് എടുത്തു പറയുന്നുണ്ടായിരുന്നു. ഓരോ വർഷത്തെയും ഓണസദ്യയുടെ പ്രത്യേകതകളും അതേപോലെ തന്നെ ഇല മടക്കേണ്ടുന്ന രീതി വരെ അദ്ദേഹം ഇന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. ഇല മടക്കുമ്പോൾ വലത്തോട്ടും ഇടത്തോട്ടും മടക്കുന്ന രീതിയെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ നമുക്കതെല്ലാം പുതിയ അറിവുകളായിരുന്നു. ആദ്യമായിട്ട് കേൾക്കുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് അനുഭവത്തിൽ അല്ലെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇങ്ങനെയുള്ള ഓരോ സന്ദർഭങ്ങളിലാണ്. അതുപോലെ തന്നെ ഓരോ വിഭവങ്ങൾക്കും തനത് സ്വാദും അതേപോലെ തന്നെ ആ ഒരു നമ്മുടെ ദിവസത്തിൻ്റെ പ്രത്യേകത വിളിച്ചോതുന്ന എല്ലാ വിഭവങ്ങളും ഇന്നത്തെ സദ്യയിലുണ്ടായിരുന്നു. കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒരുപോലെ ഇഷ്ടപ്പെട്ടു ഇന്നത്തെ സദ്യ. പിന്നെ അതിന് ശേഷം ഞങ്ങൾ കുറച്ച് കുട്ടികളെല്ലാം കൂടി ഡാൻസ് കളിച്ചും പാട്ടുപാടിയും ഫോട്ടോ എടുത്തും അങ്ങനെ കുറേ ഉല്ലസിച്ചു. എല്ലാവരും ഒന്നിച്ചിരുന്ന് ഇന്നത്തെ സദ്യ വളരെ സന്തോഷത്തോടെ കഴിച്ചു.
എല്ലാവരുടെ ഇലകളിലും എല്ലാ വിഭവങ്ങളും ഒരുപോലെ വിളമ്പി എല്ലാവരും ഒന്നിച്ചാണ് കഴിക്കാൻ ആരംഭിച്ചത്. കുട്ടികൾ ഉൾപ്പെടെ എല്ലാവരും എല്ലാ വിഭവങ്ങളും വിളമ്പുന്നത് വരെ ക്ഷമയോടെ കാത്തിരുന്ന് ആ ഒന്നിച്ചിട്ടുള്ള കഴിപ്പ് കണ്ടു. എന്ത് രസകരമായിരുന്നു എന്ന് ഇന്നത്തെ ദിവസം. ഇങ്ങനെയുള്ള ഒത്തുകൂടലുകളാണ് മനുഷ്യനിക്ക് എന്നും സന്തോഷവും സമാധാനവും നൽകുന്നത്. എത്ര സങ്കടകരമായ അല്ലെങ്കിൽ മനസ്സിന് വിഷമമുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണെങ്കിലും അവിടെയെല്ലാം ഇങ്ങനത്തെ ഒത്തുകൂടലുകൾ അവയെല്ലാം ഇല്ലാതാക്കാനും അത് മറന്നു കളയാനും മനുഷ്യനെ പ്രേരിപ്പിക്കും, അല്ലെങ്കിൽ അതിന് കാരണമാകുമെന്ന് ഇന്നത്തെ ഒരു ദിവസം നമുക്ക് മനസ്സിലാക്കി തന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അത് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുത്താൽ അവരും കൂടി നമ്മുടെ ഓണസദ്യയൊക്കെ ഒന്ന് കണ്ടോട്ടെ. വളരെ കളർഫുള്ളായിട്ട് ഈ ഓണസദ്യ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവരോടും നന്ദി പറയുന്നു. ഇന്നത്തെ ദിവസം തിരുവോണം നമുക്കങ്ങനെ ഗ്രാൻഡായിട്ട് അവസാനിപ്പിക്കാൻ കഴിഞ്ഞു. അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.